ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷെഫ് ലിജോ. നമ്മുടെ ചാനൽ വഴി നമ്മൾ അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ എന്റെ ഷെയർ വഴി ഒത്തിരി ആൾക്ക് ജോബ് കിട്ടാനുള്ള സാധ്യതകളാണ് നമ്മൾ കൂടുതലാക്കുന്നത്. സത്യത്തിൽ ഞാനിപ്പോ ഈ അവസ്ഥയിൽ വീഡിയോ ഇടേണ്ടി വരുന്നതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ വിഷമിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. സത്യത്തിൽ കുറെ ആശ്വാസമുണ്ട്. സത്യത്തിൽ നമ്മുടെ ഈ മരുന്ന് ചെയ്യാൻ തുടങ്ങിയോടുകൂടി എനിക്ക് ഒരുപാട് എന്റെ വേദനകൾ ഒരുപാട് കുറവുണ്ട്. കാരണം ഇത് അത്ര എഫക്റ്റീവ് ആയിട്ടുള്ള മരുന്നാണ്. കാരണം ഏകദേശം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു പാരമ്പര്യ വീട്ടില്, അതായത് വൈദ്യന്മാരാണ് ചികിത്സ നടത്തുന്നത്. അത് ആദിവാസി വർഗത്തിൽപ്പെട്ട മൂപ്പന്മാര് ഒക്കെ ആയിട്ടുള്ള കുറുമന്മാരാണ് നമുക്ക് മരുന്ന് ചെയ്യുന്നത്. അതായത് വയനാട് ഭാഗത്താണ്. വയനാട് ഇപ്പൊ തമിഴ്നാട് വയനാട് ബോർഡർ ആയിട്ടാണ് വരുന്ന സ്ഥലത്താണുള്ളത്. അപ്പോ അവിടെ നമ്മൾ ചികിത്സയ്ക്ക് ചെന്ന് അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വീഡിയോസ് ഞാൻ അടുത്ത വീഡിയോയിലാണ് ഉൾപ്പെടുത്താൻ വേണ്ടി വിചാരിക്കുന്നത്, അവിടെ സ്ഥലം എവിടെയാണെന്നുള്ളതൊക്കെ. കാരണം എന്ന് പറയുന്നത് ഇന്നലെ നല്ല മഴയായിരുന്നു. പിന്നെ അത് കൂടാണ്ട് ഞാൻ പിന്നെ വൈകുന്നേരം വന്നപ്പോഴത്തേക്കും ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട്. അത് മാത്രമല്ല, നമ്മൾ ഈ പച്ചമരുന്ന് കെട്ടിവെക്കുമ്പോൾ ഒരുപാട് ഇതിനകത്തുനിന്ന് ഈ വെള്ളവും അതേപോലെ തന്നെ അതിന്റെ മരുന്നും ഒക്കെ ആയിട്ട് കുറെ ഒലിച്ചിറങ്ങും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഉണങ്ങും. ഈ പച്ചമരുന്ന് നമ്മുടെ ശരീരത്തിൽ നമ്മൾ കെട്ടിവെച്ച് കഴിയുമ്പോൾ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ കൊണ്ട് തന്നെ ഈ മരുന്ന് ശരിക്കും എന്ത് ചെയ്യും, ഉണങ്ങി പൊടിഞ്ഞു പോകുന്നതിന് മുന്നോടിയായിട്ട് തന്നെ അവിടുന്ന് അവർ ഓയിൽ തരുന്നുണ്ട്. ആ ഓയിൽ നമ്മൾ തോരെ അതായത് എപ്പോഴും ഇടവിട്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോൾ ആ ഓയിലും ഈ മരുന്നും കൂടി ചെല്ലുമ്പോഴാണ് ശരിക്കും ശരീരത്തിൽ ഇത് ശരിക്കും എഫക്റ്റ് ആകുക. അപ്പൊ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെന്റ് ആണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും എനിക്ക് രണ്ട് ഭാഗത്തായിട്ടാണ്. താഴെ ഇടുപ്പിന്റെ ഭാഗത്ത് ബൾജ് ഉണ്ട്, അതേപോലെ തന്നെ മുകളില് നമ്മുടെ ഏകദേശം ഈ കഴുത്തിന്റെ തൊട്ട് താഴെ ഭാഗത്തായിട്ട് ബൾജ് കാണുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഫസ്റ്റ് എനിക്ക് ഏറ്റവും കൂടുതൽ പെയിൻ ഉള്ള ഭാഗത്താണ് ഞാനിപ്പോ കെട്ടിയിട്ടുള്ളത്. എനിക്ക് അവിടെ നല്ല ആശ്വാസമുണ്ട്. എപ്പോഴും ഫുൾ ടൈം നമ്മുടെ പുറത്ത് വെച്ച് കെട്ടിയതുകൊണ്ട് നടുവിൽ കെട്ടുമ്പോൾ നടുവിന്റെ ഭാഗം ഓൾറെഡി ഒരു ചെറിയ ബെൻഡുള്ള ഭാഗം ആയതുകൊണ്ട് അവിടെ മരുന്ന് ഇരിക്കാൻ സ്ഥലമുണ്ട്. സത്യത്തിൽ പുറത്താകുമ്പോൾ പരന്നിരിക്കുന്ന ഒരു പ്രതലം ആയതുകൊണ്ട് അവിടെ ശരിക്ക് മരുന്ന് ഇരിക്കുന്നില്ല. അത് മാത്രമല്ല, കിടക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുമാണ്. അങ്ങനെ കടന്നു ഇരുന്നൊക്കെയാണ് സത്യത്തിൽ ഇന്നത്തെ ദിവസങ്ങൾ ഇപ്പോ ഇന്നലെ ഇന്നൊക്കെ ആയിട്ട് ഇങ്ങനെ തള്ളി നീക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ചിലർക്കൊക്കെ ഈ മരുന്ന് ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട് 1-2 ദിവസം കഴിയുമ്പോൾ. കാരണം കുളിക്കാൻ പറ്റില്ല. അതേപോലെ തന്നെ കുളിക്കുമ്പോൾ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടി നമ്മുടെ തലയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത്, പിന്നെ അതേപോലെ തന്നെ ഈ മരുന്നില്ലാത്ത ബാക്കി ഭാഗങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ശരിക്കും നമുക്ക് കുളിക്കാനും ചൂടുവെള്ളത്തിലൊക്കെ നമുക്കൊന്ന് കഴുകി വൃത്തിയാക്കാനൊക്കെ പറ്റും. തലയിൽ നമുക്ക് തണുത്ത വെള്ളം വെള്ളം നമുക്ക് ഏതുകൊണ്ട് യൂസ് ചെയ്യാം. പക്ഷെ ചൂടുവെള്ളമാണ് ശരിക്കും ഒരു കണക്കിന് നമ്മൾ ഈ മരുന്ന് തേക്കുന്നത് കൊണ്ട് നമ്മൾ കുളിക്കാനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആകുക. കാരണം ഇതിന് പഥ്യമുണ്ട്. നമുക്ക് ഇറച്ചിയോ മീനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ല. പക്ഷെ മുട്ട നമുക്ക് കഴിക്കാം. അപ്പോൾ അച്ചാറ് കഴിക്കാൻ പറ്റില്ല. അങ്ങനെ എണ്ണയിൽ പൊരിച്ച സാധനങ്ങൾ, അങ്ങനത്തെ കാര്യങ്ങൾ, കുറച്ച് ഓയിൽ ഐറ്റംസ് ഒക്കെ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ നല്ലതായിരിക്കും. കാരണം ഇത് 27 വർഷം മുന്നേ എൻ്റെ അപ്പന്റെ പെങ്ങൾ, എൻ്റെ അമ്മായി, പുള്ളിക്കാരിയാണ് ആദ്യമായിട്ട് അവിടെ പോയി ഇതേപോലെ നടുവേദനയ്ക്ക് കെട്ടി. ഇതുവരെ പിന്നെ നടുവേദന ഉണ്ടായിട്ടില്ല. അപ്പോ അതിന്റെ ബേസിൽ ഒരുപാട് ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ട് അവിടെ ചികിത്സയ്ക്ക് പോയിട്ട് രക്ഷപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ആക്സിഡന്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എല്ല് പെട്ടെന്ന് കൂടാനൊക്കെ ആയിട്ട് ഈ മരുന്ന് ഒരുപാട് ഗുണം ചെയ്യും. കാരണം കുറച്ച് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആക്സിഡന്റുകൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ നമുക്ക് ശരിയാക്കാൻ പറ്റുന്ന നല്ലൊരു ചികിത്സ തന്നെയാണ്. കുറച്ച് പ്രായമുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഈ ഓപ്പറേഷൻ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് പറയുന്ന ആളുകൾക്ക്, ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇത് ചെയ്തു കഴിഞ്ഞാൽ ഒത്തിരി ആശ്വാസം ഉണ്ടാവുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ ഇതുവരെ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ഇന്നലെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഏകദേശം 60 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഒരു അമ്മച്ചീനെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഒരു കുറച്ച് പ്രായമായിട്ടുള്ള ഒരു ആളാണ്. പുള്ളിക്കാരി ഒരു ഓർഫനേജിൽ നിന്നാണ് വരുന്നത്. അപ്പൊ അവിടെ അതിന്റെ ഓർഫനേജിന്റെ നടത്തിപ്പുകാരാണെന്ന് വിചാരിക്കുന്നു. അവരെ കൊണ്ടുവന്ന് അവിടെ ചികിത്സ കഴിഞ്ഞ് എന്റെ തൊട്ട് മുൻപിലാണ് അവര്, മുന്നത്തെ നമ്പറിലാണ് അവർ പോയത്. അവിടെ നമ്മൾ ഒരു ദിവസം മുന്നേ വിളിച്ച് പറഞ്ഞ് ചെല്ലുകയാണെങ്കിലാണ് കുറച്ചും കൂടി പെട്ടെന്ന് നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്ത് പോരാൻ പറ്റുള്ളൂ. ഞങ്ങള് കഴിഞ്ഞ ഞായറാഴ്ചയാണ് ബുക്ക് ചെയ്തത്, തിങ്കളാഴ്ചയാണ് ചെന്നത്. അപ്പൊ ഞായറാഴ്ച ദിവസം അവിടെ അവധിയാണ്, ഞായറും ബുധനും അവധിയാണ്. അപ്പൊ അതുകൊണ്ട് ആ അവധി കഴിഞ്ഞിട്ടുള്ള പിറ്റത്തെ ദിവസം ഭയങ്കര തിരക്കായിരിക്കും അവിടെ. സത്യത്തിൽ നല്ല റിലീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശ്വാസം എന്നൊക്കെ വേണം പറയാൻ. പക്ഷെ ഇത് 16 ദിവസം നമ്മൾ കെട്ടിവെക്കണം. 16 ദിവസം കെട്ടിവെക്കണം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം കൂടി ഉണ്ട്. അതായത് എനിക്ക് സത്യത്തിൽ 32 ദിവസം വേണ്ടി വരും. കാരണം ഈ ഒരു കെട്ട് അഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാമത് പിന്നെ നടുവിന് കൂടി ഒരു കെട്ടണം എന്നാണ് വിചാരിക്കുന്നത്. അതിനുള്ള ടൈമും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട്. കാരണം നമ്മൾ എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനമായിട്ട് ബന്ധപ്പെടാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നടുവിന് ഓൾറെഡി ബൾജ് പറഞ്ഞതുകൊണ്ട്, താഴെ ഭാഗത്തായിട്ട് ഇടുപ്പിന്റെ ഭാഗത്തായിട്ട് പറഞ്ഞതുകൊണ്ട് അവിടെ കെട്ടണമെങ്കിൽ ഓൾറെഡി ഈ ഏകദേശം ഈ 16 ദിവസം നമുക്ക് നഷ്ടപ്പെടും. ഇത് കഴിഞ്ഞ് നമ്മൾ ശരിക്കും ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ സത്യത്തിൽ ഇങ്ങനെ എന്റെ പുറത്ത് എങ്ങനെയാണ് കെട്ടിയിട്ടുള്ളത് എന്നുള്ളതിന്റെ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഞാനൊരു ഫോട്ടോ ഞാൻ
ഉൾപ്പെടുത്തുന്നുണ്ട്. കറക്റ്റ് നല്ല അടിപൊളിയായിട്ടാണ് പുറത്തവർ മരുന്ന് ചെയ്ത് കെട്ടി വെച്ചേക്കുന്നത്. പക്ഷെ ഇത് നമ്മൾ അങ്ങോട്ട് കൂടി തിരികെയും അറിയാൻ കിടക്കുകയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇത് കെട്ട് കുറച്ച് ലൂസാവുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇന്നർ ബനിയൻ ഇട്ടിട്ട്, സത്യത്തിൽ ഞാൻ ഇന്നർ ബനിയന്റെ മുകളിൽ ഇവിടെ ഒരു കെട്ടും കൂടി കെട്ടിയേക്കാണ്. കാരണം ഓയില് ഇത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന ഓയിൽ ഈ മരുന്നും കൂടി ഒലിച്ചിറങ്ങി പോകാണ്ടിരിക്കുകയാണ്. ഈ മരുന്ന് ഉണങ്ങി കഴിയുമ്പോൾ ഇത് പൊടിഞ്ഞു പോകും. അല്ലെങ്കിൽ ഫുള്ളായിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ അരയ്ക്കുന്ന ഒരു മരുന്നാണ് നമ്മളെ പുറത്ത് അവര് വെച്ച് പതിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നത്, ഈ കറക്റ്റ് തുണി കൊണ്ട് കെട്ടി ഒക്കെ റെഡിയാകുന്നത്. അപ്പൊ ഞാൻ ഇത്രയെല്ലാം അറിയിച്ചത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള യൂട്യൂബ് ഫാമിലിയുള്ള ഒരുപാട് ആളുകൾക്ക് അറിയാം ഞാനിപ്പോൾ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വന്നതാണെന്ന്. പുതിയതായിട്ട് വരുന്ന ആളുകൾക്ക് അറിയില്ല. പഴയ ആളുകൾക്ക് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് അറിയാൻ വേണ്ടി ഒരുപാട് ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്. ഞാനിപ്പോൾ കൂടുതലും മൊബൈൽ ഫോൺ അങ്ങനെ യൂസ് ചെയ്യാണ്ട് ഞാൻ ഒഴിവാക്കി വെച്ചേക്കാം. കാരണം എന്ന് പറയുന്നത് കുറെ ടൈം നമ്മൾ നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാത്ത, അല്ലെങ്കിൽ കമന്റിന് റിപ്ലൈ തരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട്. അതിനെല്ലാവരും എന്നോട് ക്ഷമിക്കണം. ആരും ഒന്നും വിചാരിക്കരുത്. നമുക്ക് പൂർവാധികം എന്നാൽ കഴിയുന്ന രീതിയിൽ ശക്തിയോടുകൂടി, പൂർവാധിക ശക്തിയോടുകൂടി തന്നെ എനിക്ക് വരുന്ന ജോബ് വേക്കൻസികൾ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യും. പക്ഷെ ഇപ്പൊ എനിക്ക് റെസ്റ്റ് വേണ്ട ഒരു ടൈമാണ്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. അതേപോലെ തന്നെ നല്ല ഇറിറ്റേഷൻ ഉണ്ട്, നല്ല ഇടയ്ക്കും വഴിക്കോ ചെറിയ ചൊറിച്ചിൽ കാര്യങ്ങൾ വരാറുണ്ട്. വരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഈ ഒഴിക്കുന്ന ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അത് പതുക്കെ മാറ്റിയെടുക്കണം. കാരണം നമ്മുടെ ബോഡിയിൽ ഇല്ലാത്തൊരു പാർട്ട് നമ്മൾ വെച്ച് കെട്ടിയേക്കാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ കറക്റ്റായിട്ട് പത്തി നോക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ആയിട്ട് കുറച്ച് സത്യത്തിൽ ഞാനിപ്പോ ഒന്ന് റിലാക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇത്രയും വർഷത്തിന്റെ ഇടയിൽ ഇതിന് മുന്നേ ഒരു ചെറിയൊരു ഓപ്പറേഷന്റെ ടൈമിലല്ലാണ്ട് ഞാൻ ഇതുവരെ സത്യം പറഞ്ഞാൽ നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ വീട്ടിൽ തന്നെ ആയിരിക്കും. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ഫ്രീ ആയിട്ട് മറ്റു കാര്യങ്ങൾക്കൊന്നും ഉപയോഗിക്കാതെ നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് വളരെ വിരളം മാത്രമാണ്. ഇല്ലെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ റിലേറ്റീവ്സിന്റെ വീടുകളിലോ എവിടെയൊക്കെ പോകും. അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഫുൾ ടൈം ബിസി ആയിരിക്കും. ഒന്നാമത് ഞാൻ അധികം നാള് ലീവ് എടുത്ത് നാട്ടിൽ നിൽക്കാറില്ല. എന്നാൽ അധികം നാള് ഗൾഫിൽ നിൽക്കാറില്ല. അങ്ങനെ ഒരു 6 മാസത്തിനുള്ളിൽ ഒരു പ്രാവശ്യം എന്തായാലും ഇവിടെ നാട്ടിൽ വന്നു പോകുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. വേറെ ഒന്നും കൊണ്ടില്ല, നമ്മളൊക്കെ ഈ കുറഞ്ഞ ചെറിയ ജീവിതത്തിന്റെ ഉള്ളിൽ നമ്മൾ ഒരുപാട് നാൾ പ്രവാസവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിന്നിട്ട് നമ്മൾ അവസാന കാലഘട്ടം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി വെക്കാൻ ഉദ്ദേശിക്കുന്ന കാലഘട്ടം നമുക്കില്ലെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ നഷ്ടപ്പെടുന്നത് നമ്മുടെ കുടുംബജീവിതമാണ്. കാരണം നമ്മുടെ മക്കള്, ഭാര്യ, അതേപോലെ തന്നെ അമ്മ, സഹോദരങ്ങള്, അപ്പൻ, അങ്ങനെ പിന്നെ അവരുടെ സഹോദരങ്ങള്, ഇതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടു പോകാനും പാടില്ല. എന്നാൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടക്കുകയും വേണം. ഇത് മാത്രമാണ് ജോലി എന്ന് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് സമ്പാദിച്ച് അല്ലെങ്കിൽ നമ്മൾ ഒരു സമ്പന്നനായി മാറി അങ്ങനെ ജീവിക്കാനല്ല. ഞാൻ എന്റെ പ്രാരാബ്ദം കഴിയുന്ന എന്നാണോ അന്ന് ഞാൻ ഗൾഫ് നിർത്തിപ്പോരും. ഇവിടെ വന്ന് വല്ല ഓട്ടോറിക്ഷ ഓടിച്ചാലും അന്നത്തേക്ക് വേണ്ട ഒരു ഉപജീവന മാർഗം കണ്ടെത്തി ഞാൻ നാട്ടിൽ തന്നെ നിൽക്കും. കാരണം എന്ന് പറയുന്നത് കുറച്ച് കടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊന്ന് വീടുന്നത് വരെ ഒരു ചെറിയ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വേറൊരു ഷെൽട്ടർ എന്നുള്ള രീതിയിൽ ഒരു താൽക്കാലിക ഒരു ഉപജീവനത്തിന് വേണ്ടിയിട്ട് പോയി നിൽക്കുന്ന ഇത് മാത്രമായിട്ടാണ് ഞാൻ ഗൾഫിനെ കണ്ടിട്ടുള്ളൂ. അത് എന്നാണ് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരുക അന്ന് ഞാൻ നാട്ടിൽ ഉറപ്പായിട്ട് ഞാൻ തിരിച്ചെത്തും. കാരണം അതിന്റെ പിറ്റേ ദിവസം തന്നെ ഏത് സ്ഥാപനത്തിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ഞാൻ റിസൈൻ ലെറ്റർ കൊടുത്ത് ഞാൻ അവിടുന്ന് എത്രയും പെട്ടെന്ന് ഇറങ്ങിപ്പോരും. കാരണം നമ്മുടെ നാടെന്ന് പറയുന്നത് അതിന്റെ സുഖം, നമ്മൾ എത്ര ജോബ് വേക്കൻസികൾ പറഞ്ഞ് അവിടേക്ക് ഇത്ര ലക്ഷങ്ങൾ സമ്പാദിക്കാന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന സ്വാതന്ത്ര്യവും സുഖമൊന്നും എവിടെയും കിട്ടൂല. അതിന്റെ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം ഇവിടെ നമുക്ക് അത്രയും നല്ല സുഖത്തോടെ നമുക്ക് ജീവിക്കാൻ പറ്റും. ഏറ്റവും വലിയ സുഖം എന്ന് പറയുന്നത് നമ്മുടെ കുടുംബത്തോടൊപ്പം ജീവിക്കുക. അവരുടെ പ്രശ്നങ്ങളിൽ നമ്മൾ നേരിട്ട് ഇടപെടുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളിൽ അവർ നേരിട്ട് ഇടപെടുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം ഉണ്ടല്ലോ, അതൊന്നും ഒരു പ്രവാസത്തിനും കിട്ടൂല. നമ്മൾ അവിടെ അനുഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഒറ്റയ്ക്ക് അനുഭവിക്കും, ഇവിടെ ഇവരൊറ്റയ്ക്ക് അനുഭവിക്കും. അതിന്റെ ഇടയിൽ കടന്ന് വീണ്ടും മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ ഉണ്ടാവും. ഇതൊക്കെ ഒഴിവാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കടങ്ങളും കാര്യങ്ങളും ആദ്യം ഒക്കെ ഒന്ന് വീടി നമ്മൾ നാട്ടിൽ സെറ്റിൽ ആകുന്ന ഒരു കാലഘട്ടം സ്വപ്നം കണ്ടിട്ട് ജീവിക്കുന്ന ഓരോ വ്യക്തികളെ പോലെ തന്നെയാണ് ഞാനും. അപ്പോ നമ്മൾ ഇന്നും ഒത്തിരി ജോബ് വേക്കൻസികൾ ഇട്ടിട്ടുണ്ട്. നിങ്ങൾ ജോബ് വേക്കൻസികളിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഇപ്പോഴും ഞാൻ പറയുന്നു. മാക്സിമം നിങ്ങൾ നല്ലൊരു CV തയ്യാറാക്കുക. അതിലേക്ക് നിങ്ങൾ അപേക്ഷിച്ചു കൊണ്ടേയിരിക്കുക. കാരണം ഇതെല്ലാം വിസ ഫ്രീ ജോബ് വേക്കൻസികളാണ്. വിസകൾക്ക് സർവീസ് ചാർജുകൾ ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ അറിയിക്കുന്ന ജോബ് വേക്കൻസികൾ ആയതുകൊണ്ട് തന്നെ, അതും ഗ്രൂപ്പുകളിൽ വരുന്ന ജോബ് വേക്കൻസികൾ ആയതുകൊണ്ട് അവരുടെ റിലേറ്റീവ്സിനും മറ്റു ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഷെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നല്ല രീതിയിൽ മറ്റുള്ളവരെക്കാൾ കൂടുതലായിട്ട് മുന്നിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനകത്തുള്ള ഒരു മുൻഗണന നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷെ എന്നെ നേരിട്ടിറങ്ങിയ ജോബ് വേക്കൻസികളാണ് അത് എനിക്ക് മാത്രമായിരിക്കും അതിനെനിക്ക് നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. പക്ഷെ ഗ്രൂപ്പിൽ വരുന്നതാണെങ്കിൽ നമുക്കത് ചെയ്യാൻ കഴിയില്ല. കാരണം അത് എന്നെ നേരിട്ട് അറിയിക്കുന്നത് മാത്രമല്ല ഉള്ളത്. അതായത് ഞാൻ മാത്രമുള്ള ഗ്രൂപ്പല്ല, അതായത് ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമുള്ള ഗ്രൂപ്പ് ആയിരിക്കില്ല. അത് UAE ഫുൾ ആയിട്ടുള്ള ഗ്രൂപ്പുകൾ ഉണ്ടാവും. അതേപോലെ ഖത്തർ ബേസ്ഡാണ് നമുക്ക് വേറൊരു ഗ്രൂപ്പ് ഉള്ളത്. അപ്പൊ ആ ഒരു ഗ്രൂപ്പിലുള്ള ഒത്തിരി ആളുകൾ ഉണ്ടാവും അതിനകത്ത്.
ഞാനിത് ചെയ്യുന്നത് ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും അതിനകത്ത് ഒരു ഉപകാരമാകട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മൾ വേറെ ഒന്നും വിചാരിച്ചിട്ടില്ല. ഞാൻ ഇതുവരെ നമ്മൾ ജോബ് മേടിച്ചു കൊടുത്ത ഒരാളിൽ നിന്ന് പോലും ഒരു സർവീസ് ചാർജുകളോ കാര്യങ്ങളോ നമ്മൾ മേടിക്കാറില്ല. അത് മേടിക്കുന്നവർ മേടിച്ചോട്ടെ, ഞാൻ അതിനകത്ത് യാതൊരു വിധത്തിലുള്ള ഇടപെടൽ നടത്താറില്ല. പക്ഷെ പൈസ കൊടുക്കാണ്ട് അല്ലെങ്കിൽ പൈസ നഷ്ടപ്പെടുത്താണ്ട് നിങ്ങൾ പോകാനും അതേപോലെ തന്നെ കാര്യങ്ങൾ ചെയ്യാനും വേണ്ടി ശ്രമിക്കുക. നമ്മളോട് സർവീസ് ചാർജുകൾ ഇല്ല എന്ന് പറയുന്ന ജോലികൾക്ക് നിങ്ങൾ ആരും സർവീസ് ചാർജ് കൊടുക്കേണ്ടതില്ല. പക്ഷേ സർവീസ് ചാർജ് ഉണ്ടെന്ന് പറയുന്ന ജോലിയാണെങ്കിൽ നമുക്ക് ഓൾറെഡി അതിനകത്ത് നമുക്ക് കാര്യങ്ങൾ അറിയാലോ, സർവീസ് ചാർജ് ഉണ്ട് എന്ന് തന്നെ നമുക്കത് വിശ്വസിച്ചിട്ട് ആ സർവീസ് ചാർജ് നമുക്ക് കൊടുക്കാനും പറ്റും. പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരിട്ട് പോയി കാണുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ നേരിട്ട് എനിക്കൊരു വാട്സപ്പ് വഴിയെങ്കിലും ഓരോ വ്യക്തികൾ എന്നെ കോണ്ടാക്ട് ചെയ്യാത്ത ഒരാളുടെ പോലും ഒരു സ്ഥാപനത്തിൽ ഇന്ന വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്നെ നേരിട്ട് അറിയിക്കുന്ന ജോബ് വേക്കൻസികളിൽ ഞാൻ കൊടുക്കാറില്ല. കാരണം അവരുടെ ഒരു വാട്സപ്പ് ചാറ്റ് അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് അറിയുന്ന സ്ഥാപനങ്ങളാണെങ്കിൽ ആ സ്ഥാപനങ്ങളുമായിട്ട് നമുക്ക് ബന്ധങ്ങളുണ്ടാവും. ഞാൻ എന്നെ നേരിട്ട് അറിയിക്കുന്ന സ്ഥാപനങ്ങളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതായത് അവരുമായിട്ടുള്ള ചാറ്റിംഗ് എങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് നിങ്ങൾ പറഞ്ഞ ജോലിയല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞ ശമ്പളം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജോലി നിങ്ങൾ അതാത് ആ വേക്കൻസിയിൽ പറഞ്ഞ ജോലിയിൽ തന്നെയാണ് അവിടെ കയറുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ശമ്പളം മേടിച്ചെടുക്കാൻ പറ്റും. അതിന് എൻ്റെ ഒരു മെസ്സേജോ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ കോൾ കൊണ്ടോ മാത്രം അത് നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഞാൻ വന്നിട്ടാണെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള ജോബ് വേക്കൻസികൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഇടാറുണ്ട് നമ്മുടെ ചാനൽ വഴി. ഇപ്പൊ ഞാൻ അവിടെ നാട്ടിൽ നിന്ന് പോകുന്നു, അത് ഇതേപോലത്തെ ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട് കുറച്ച് എന്നെ നേരിട്ടിറങ്ങിയ ജോബ് വേക്കൻസികൾ കുറച്ച് കുറവാണ്. എന്നിരുന്നാലും നമുക്ക് വരുന്ന ജോബ് വേക്കൻസികൾ നമ്മൾ അതേപോലെ തന്നെ നിങ്ങളെ അറിയിക്കും. ഇപ്രാവശ്യം ഞാൻ വന്നിട്ട് തലബാത്തിന്റെ ഒരു 3000 വേക്കൻസികൾ വന്നിട്ടുണ്ട്. അത് 2 കമ്പനികളിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ 2 കമ്പനികളിലേക്കുള്ള ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ഈ അസുഖം ഒന്ന് മാറിക്കഴിഞ്ഞാൽ ഞാൻ പോകുന്നതിന് മുന്നേ എന്തായാലും അതിലേക്ക് ജോലിക്ക് വേണ്ട ആളുകൾക്ക് വരാവുന്നതാണ്. ഓരോരോ ദുബായ് ബേസ്ഡ് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്ക് അതിനുള്ള തെളിവ് സഹിതം ഞാൻ വീഡിയോ ഇടുന്നതാണ്. 1.5 ലക്ഷം രൂപ വരെ ഡെലിവറി ബോയ് ആയിട്ട് സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ പോലുള്ള ഇവിടുത്തെ സ്ഥാപനങ്ങളിൽ ചെയ്യുന്നത് പോലെ തന്നെ ഫുഡ് ഓർഡർ ലൊക്കേഷൻ തന്നിട്ട് ആ ലൊക്കേഷനിൽ ഫുഡ് എത്തിച്ചു കൊടുക്കാൻ പറ്റുന്ന കമ്മീഷൻ ബേസ്ഡ് ആയിട്ടുള്ള ജോബ് ഉണ്ട്. ആ ജോബിന് 3000 ആളുകൾക്ക് വേക്കൻസി. ഇപ്പൊ 3000 എന്നുള്ളത് 6000 പേർക്ക് വേക്കൻസി ആയിട്ടുണ്ട്. 6000-ൽ കൂടുതൽ ആളുകൾക്ക് ജോബ് വേക്കൻസി ഉണ്ട്. ദുബായ് ബേസ്ഡ് ആയിട്ട് വേണം നിങ്ങൾ വർക്ക് ചെയ്യാൻ. മറ്റ് എമിറേറ്റ്സിന്റെ മറ്റേത് ഭാഗത്ത് നിങ്ങൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇത്രയും സാലറി നിങ്ങൾക്ക് കിട്ടില്ല. അതേപോലെ തന്നെ ഇത്രയും ഓർഡറുകൾ നിങ്ങൾക്ക് കിട്ടില്ല. കാരണം ദുബായിലാണ് ഏറ്റവും കൂടുതൽ ഓർഡറുകൾ ഉണ്ടാകുക. ഫുഡ് ഓർഡറുകൾ ബിസിനസ് ഇൻട്രസ്റ്റ് ഏറ്റവും കൂടുതലുള്ളത് ദുബായിലാണ്. അപ്പോൾ അവിടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ തിരക്കോട് കൂടിയിട്ട് ജീവിക്കുന്ന ആളുകളുള്ളത്. അപ്പൊ അതുകൊണ്ട് അവിടെ ആളുകൾക്ക് ഫുഡ് വെച്ച് കഴിക്കാനോ മറ്റു കാര്യങ്ങൾക്കോ ഒന്നും ഉണ്ടാവില്ല. അവിടെ ഈ ഫുഡ് ഡെലിവറി മാത്രമല്ല ഉള്ളത്, സൂപ്പർ മാർക്കറ്റിലെ അങ്ങനെ എല്ലാ വിധത്തിലുള്ള ഡെലിവറിക്കും സ്കോപ്പുകൾ ഉണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ വിവരങ്ങൾ നമ്മൾ അറിയിക്കുന്നുണ്ട്. എല്ലാത്തരം ജോബ് വേക്കൻസികളും, ഞാൻ ഇന്ന ജോബ് വേക്കൻസി അല്ല, ക്ലീനിങ് സ്റ്റാഫ് മുതൽ ഡോക്ടർമാർക്ക് വരെ അല്ലെങ്കിൽ എഞ്ചിനീയർമാർക്ക് വരെയൊക്കെയുള്ള ജോബ് വേക്കൻസികൾ, അതിനും മേലെയുള്ള ജോബ് വേക്കൻസികൾ നമ്മൾ ഇടാറുണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലൊരു CV റെഡിയാക്കിയിട്ട് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവണം. അതിന് എൻ്റെ എല്ലാവിധ സപ്പോർട്ടും, എൻ്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് എന്നെ നേരിട്ട് അറിയിക്കുന്നതിനാണെങ്കിൽ എൻ്റെ റെക്കമെൻഡ് ഉണ്ടാവും. അല്ലാത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്ക് ജോബ് വേക്കൻസികൾ ഞാൻ എത്തിച്ചേരും. നല്ല CV-യും ആ CV-യിൽ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തുക. നിങ്ങൾ അവരുമായിട്ട് സംസാരിക്കുന്നതിനനുസരിച്ചാണ് പിന്നെ നിങ്ങൾക്ക് ജോലി കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും ഒക്കെ അതിന്റെ ഒരു ഇതിനനുസരിച്ചാണ്. ആരെയും കോൾ ചെയ്ത് ബുദ്ധിമുട്ടിക്കാണ്ടിരിക്കുക. അവരവിടുന്ന് റിപ്ലൈ തരുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കൂടുതലായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും അറിയിച്ചു കൊടുക്കുക. അപ്പൊ അവർ ഉറപ്പായിട്ട് നിങ്ങളെ ആവശ്യമുള്ള ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ വിസിറ്റിംഗ് വിസയിൽ നിങ്ങൾ ചെല്ലേണ്ടി വരും. എന്നിട്ട് അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യുക. അവർ നിങ്ങൾക്ക് വിസ ആക്കി തരികയാണ് ചെയ്യുക. കൂടുതൽ ആളുകളും വിസിറ്റിംഗ് വിസയിൽ സ്വന്തം പോകേണ്ടി വരും. കാരണം നേരിട്ട് കാണാതെ ഇപ്പോൾ ഒരു സ്ഥാപനം പോലും ആർക്കും ജോലി കൊടുക്കാറില്ല. അതാണ് ഒന്നാമത്തെ വസ്തുത. പിന്നെ വിസിറ്റിംഗ് വിസയിൽ ഓൾറെഡി UAE ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ മാക്സിമം നേരത്തെ വരുന്ന ജോബ് വേക്കൻസികൾ നിങ്ങൾ തന്നെ അപ്ലൈ ചെയ്യുക. അവിടെ നിങ്ങൾ പോയിട്ട് നിങ്ങൾ അവരെ നേരിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ലതായിട്ട് നമ്മൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. നല്ല പെയിൻ റിലീഫ് ഉണ്ട്. ഇത്രയും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇന്നലെ എനിക്ക് വേദന ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് എനിക്ക് നല്ല കുറവുണ്ട്. പുറത്ത് പൊന്നു കിടന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഞാൻ വാതിൽ ക്ലോസ് ചെയ്തിട്ടേക്കാണ്. കാരണം ഒന്നാമത് എനിക്ക് വയ്യാത്തതുകൊണ്ട് ചിലപ്പോൾ എന്റെ പുറത്തൊക്കെ കയറാൻ വന്നു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ പോവല്ലാണ്ട് വേറെ നിവർത്തിയില്ല. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ. അപ്പൊ നമുക്ക് നാളെ കാണാം. ഈ രീതിയിലാണ് അവർ ശരിക്കും അത് കെട്ടിത്തന്നിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെയാണ് കെട്ടിത്തന്നത്. പക്ഷേ മരുന്ന് ഉണങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പൊടിഞ്ഞ് പോകുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ അതിൻ്റെ മേലെ കൂടെ ഒരു ഇന്നർ ബനിയനൊക്കെ ഇട്ടിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത്. എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുമുണ്ട്.